ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് വേൾഡ്. ഇന്ന് ഞാനൊരു സെർലാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഹോം മെയ്ഡ് സെർലാക്ക് ആയിട്ടാണ് കേട്ടോ. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ 6 മാസത്തിന് മേലുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹോം മെയ്ഡ് സെർലാക്കാണിത്. അപ്പം ഈ ഒരു ഹോം മെയ്ഡ് സെർലാക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പുറത്തുനിന്ന് മേടിക്കുന്നത് കഴിവതും ഒഴിവാക്കുക. എല്ലാം ഹോം മെയ്ഡാക്കി ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം വേണ്ടത് 1 കപ്പ് അരിയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്ത് അരിയാണ് നമ്മൾ എടുക്കുക എന്നുള്ളത്. പൊതുവേ ഒരു സംശയമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേരള മട്ട റൈസാണ്. ദ ബെസ്റ്റ് ആയിട്ടുള്ള റൈസ് മട്ട റൈസാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രൗൺ റൈസ് എടുക്കാം. ഇത് ബ്രൗൺ റൈസും കേരള റെഡ് റൈസും ആണ് ഏറ്റവും ബെസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ. കാരണം അതിനകത്താണ് ഒത്തിരി ഫൈബർ, വിറ്റമിൻസ്, മിനറൽസ് ഒക്കെ ഉള്ളത്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം അടങ്ങിയിരിക്കുന്നത് ഈ റെഡ് റൈസിലാണ് അല്ലെങ്കിൽ ബ്രൗൺ റൈസിലാണ്. അപ്പോൾ വൈറ്റ് റൈസൊക്കെ മാക്സിമം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒഴിവാക്കുക. കാരണം അത് ചീത്തയാണെന്നാണ് പറയണത്. ഈവൻ ഡോക്ടർമാരൊക്കെ സജസ്റ്റ് ചെയ്യണതും ഇതുപോലത്തെ റൈസുകളാണ് കേട്ടോ. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് കുറച്ച് പരിപ്പുകൾ ഞാൻ എടുക്കുന്നുണ്ട്, പരിപ്പ് വർഗ്ഗം. അപ്പോൾ ആദ്യം എടുക്കുന്നത് ഉഴുന്നും പരിപ്പാണ്. 2 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പ്, അതായത് 1 കപ്പ് അരിക്ക് ബാക്കിയെല്ലാം 2 ടേബിൾ സ്പൂൺ വെച്ചാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഉഴുന്നും പരിപ്പ്. അതുപോലെ ചുവന്ന പരിപ്പ് നമുക്കൊക്കെ കിട്ടും, നാട്ടിലൊക്കെ കിട്ടുമല്ലോ, ഇതുപോലത്തെ സാമ്പാറൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള ഇതുപോലത്തെ ചുവന്ന പരിപ്പ് കിട്ടും. അതും 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് നമ്മുടെ സാധാരണ തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, എല്ലാ വീടുകളിലും എപ്പോഴും ഉണ്ടാവുന്നതാണ്. അത് ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് നമ്മൾ പറയില്ലേ ചെറുപയർ പരിപ്പ്, ആ ചെറുപയർ പരിപ്പിൻ്റെ 2 ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പും വേണം കേട്ടോ. അപ്പോൾ ഈ 4 തരം പയറുവർഗ്ഗങ്ങളാണ് അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മസ്റ്റായിട്ടും എടുക്കണം. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ വെയിറ്റൊക്കെ കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ പരിപ്പ് വർഗ്ഗങ്ങളാണ് കേട്ടോ. ഇനി വേണ്ടത് ഉണക്കമുന്തിരി. അതൊരു 5, 6, 7 ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു 8, 9 എണ്ണൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം ഏറ്റവും നല്ലതാണ് കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു ഉണക്കമുന്തിരി കൊടുക്കുന്നത് കേട്ടോ. അത് നല്ലൊരു ബ്രാൻഡ് മേടിക്കാൻ നോക്കുക. പിന്നെ വേണ്ടത് ആൽമണ്ട് ആണെങ്കിലും കുഴപ്പമില്ല, ബദാം ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ ആൽമണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിന് പകരം ബദാം ആക്കാം കേട്ടോ. കശുവണ്ടിയൊക്കെ എടുക്കണ്ട, ബദാം അല്ലെങ്കിൽ ആൽമണ്ട് ഇത് ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഞാൻ ചേർക്കുകയാണ്. ആദ്യം ഞാനിവിടെ 1 കപ്പ് അരി ചേർത്തു. അടുത്ത് ചേർക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ ചുവന്ന പരിപ്പാണ് കേട്ടോ. ഇനി ചേർക്കാൻ പോകുന്നത് നമ്മുടെ ചെറുപയർ പരിപ്പ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ തുവരപ്പരിപ്പ് 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഉഴുന്നും പരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് 2 ടേബിൾ സ്പൂൺ. പിന്നെ ആഡ് ചെയ്യാൻ പോകുന്നത് ഉണക്കമുന്തിരിയാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ഓപ്ഷണലാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ കുറച്ചൊരു മധുരം കൊടുക്കും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആൽമണ്ട് അല്ലെങ്കിൽ ബദാം, അത് നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ എടുക്കുക. ഇനി നമ്മളിത് നല്ലതുപോലെ അങ്ങ് വാഷ് ചെയ്യാൻ പോവാണ്. അപ്പം വാഷ് ചെയ്യാനായിട്ട് അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ വാഷ് ചെയ്യാം. ഞാനിവിടെ ഒരു 4 തവണ ഞാനത് വാഷ് ചെയ്തു കേട്ടോ. കാരണം നമ്മുടെ കുഞ്ഞുവാവൾക്ക് കൊടുക്കാനല്ലേ. നല്ല അടിപൊളിയായിട്ട് അങ്ങ് വാഷ് ചെയ്തേക്ക്, മടിയൊന്നും വിചാരിക്കേണ്ട. നല്ല അടിപൊളിയായിട്ട് അങ്ങ് വാഷ് ചെയ്യുക. നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി തന്നെ വാഷ് ചെയ്യണം. കാരണം ഇതൊക്കെ ഈ പയറുവർഗ്ഗങ്ങളാണ്, ഒത്തിരി പൊടിയൊക്കെ ഉണ്ട് ഇതുമ്മേ. അപ്പോൾ അതിൻ്റെ ഒക്കെ ആ ഒരു നിറക്കെ ലാസ്റ്റ് നമ്മൾ കഴുകി വരുമ്പം വെള്ളം പ്യുവറായിട്ടുള്ള വെള്ളം, തെളിവെള്ളം വരുന്നത് വരെ നമുക്കിതൊന്ന് കഴുകി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 തവണ കഴുകി, ഇത് 4ാമത്തെ തവണയാണ്. എന്നിട്ട് ഞാനിതൊരു അരിപ്പയിലോട്ട് മാറ്റി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇനി നമ്മളത് ഒരു തവണയും കൂടെ കഴുകല്ല ചെയ്യുന്നത്. നമ്മൾ പൈപ്പിൻ്റെ താഴെ ഈ ഒരു അരിപ്പ് കൊണ്ട് വെച്ചിട്ട് നമ്മൾ പറയില്ലേ റണ്ണിങ് വാട്ടറിൽ കഴുകാന്നൊക്കെ പറയില്ലേ. അതായത് പൈപ്പ് തുറന്നിട്ട് അതിൻ്റെ താഴെ നമ്മുടെ ഈ അരിപ്പ വെച്ചിട്ട് നമുക്കൊന്ന് കൈ കൊണ്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പൈപ്പിൻ്റെ ചോട്ടിലല്ല പോകുന്നത്, പക്ഷേ ഞാനൊരു ജഗ്ഗിനകത്ത് വെള്ളം എടുത്തിട്ട് അതെങ്ങനെ ഒഴിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. നിങ്ങൾ വീട്ടിലൊക്കെ ആണെന്നുണ്ട് സാധാരണ പൈപ്പിൻ്റെ ചോട്ടിൽ നിന്ന് ഒന്ന് ചുറ്റിച്ചെടുക്കുക കേട്ടോ.
കാരണം നമുക്ക് കുഞ്ഞുവാവകളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് ഒരു നല്ല പ്രോപ്പറായിട്ട് തന്നെ അത് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ അതാ ഞാനൊരു ജഗ്ഗിനകത്ത് വെള്ളം എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ഇതുപോലെയാണ് പൈപ്പിൻ്റെ താഴെ ഈ ഒരു അരിപ്പ് കൊണ്ട് ചെന്നിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റോളം നമുക്ക് ഈ ഒരു അരിപ്പ ഇതിനകത്തുള്ള വെള്ളം ഒന്ന് വാർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരു 10 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇതിനകത്ത് വെള്ളം എല്ലാം വാർന്ന് പോയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇപ്പം കണ്ടോ, എന്നാലും അത് വെറ്റാണത്, ഒത്തിരി അങ്ങ് നനഞ്ഞിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ വെള്ളം വാർന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഉണക്കണം. ഇതിന് 2 ഓപ്ഷനുണ്ട്. ഒന്ന് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കാം, പക്ഷെ അന്നേരം അത് കൂടുതൽ ശ്രദ്ധിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ മേലെയോ അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൻ്റെ വർക്ക് ടോപ്പിൻ്റെ മേലെയോ ഇതുപോലെ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ടർക്കി ടവൽ ഇടണം. നല്ല ടവൽ ഇടണം കേട്ടോ. ഇപ്പം കിച്ചൺ ടവലാണെങ്കിലും കുഴപ്പമില്ല, ടർക്കി ടവലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നല്ല വൃത്തിയിൽ ഇതുപോലെ 2ആയിട്ടോ അല്ലെങ്കിൽ 1ആയിട്ടോ മടക്കി നല്ല വൃത്തിക്ക് ഇടുക. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു മിക്സ് ഇട്ട് നല്ലതുപോലെ അങ്ങ് പരത്തി കൊടുക്കുകയാണ് കേട്ടോ. മാക്സിമം അങ്ങ് പരത്തി കൊടുക്കുക, എങ്കിൽ മാത്രമേ, എനിക്കിപ്പോൾ ഇവിടെ 1 മണിക്കൂർ എടുത്തു. 1 മണിക്കൂർ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്കിത് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം. ഇപ്പോൾ വെയിലത്ത് വെച്ച് ഇപ്പോൾ ഉണക്കി എടുക്കാമെന്നുണ്ടേ അങ്ങനെ ആവാം. പക്ഷേ നമ്മൾ ഈ കാക്കയോ അല്ലെങ്കിൽ മറ്റുള്ള മൃഗങ്ങളോ ഒന്നും അതിനകത്ത്, ഇപ്പോൾ പൂച്ചയോ പട്ടിയോ അങ്ങനെ ഒന്നും അതിൻ്റെ അടുത്തോട്ട് വരാതെ, കോഴിയോ ഒന്നൊക്കെ നോക്കണം, കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ച് ഇരിക്കാൻ പറ്റുമെന്നുള്ളവർക്ക് അത് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു തിണ്ണപ്പുറത്തൊക്കെ ഇതുപോലത്തെ ഒരു ടവൽ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മേലെ നല്ലതുപോലെ അങ്ങ് പരത്തി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ 1 മണിക്കൂർ എനിക്ക് എടുത്തു. ഞാൻ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തു. ആ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കിത് നല്ലതുപോലെ അങ്ങ് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിത് 1 മണിക്കൂർ ഒന്ന് വെച്ചിട്ട് വരാം. ഇപ്പോൾ ഇവിടെ 1 മണിക്കൂർ കഴിഞ്ഞു. ഇതിപ്പോൾ നോക്കിക്കേ, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലത്തെ വെള്ളം എല്ലാം ആ ടർക്കി ടവലിൽ കയറി അങ്ങ് പിടിച്ച് ഇപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇങ്ങനെ മണിമണി പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആദ്യം ഈ ഒരു മിക്സ്ചർ നമ്മുടെ ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റി വെക്കട്ടെ. എന്നിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഒരു പാത്രത്തിലോട്ട് മാറ്റി, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇത് കണ്ടോ, നല്ലതുപോലെ മണിമണിയായിട്ടാണ് കിടക്കുന്നത്, ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നല്ലൊരു പാത്രം എടുക്കുക. ഞാൻ പറഞ്ഞ പോലെ കുഞ്ഞുവാവകൾക്കാണ്, കഴുകി വൃത്തിയാക്കി തുടച്ച ഒരു പാത്രത്തിൽ വേണം നമ്മളിത് ഉണ്ടാക്കാനായിട്ട്. അപ്പം ഇനി ഈ പാത്രത്തിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു മിക്സ്ചർ ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇത് വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് ഈ പൊടി ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ. പക്ഷേ ഇതിൻ്റെ ഈ വറുത്ത് എടുക്കുക എന്നുള്ളതൊക്കെയാണ്, ഈ ഉണങ്ങി വരാമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. കാരണം 1 മണിക്കൂർ എടുക്കും, പക്ഷെ എന്നാലും അത് വെർത്താണ്. കാരണം ഈ 1 മണിക്കൂർ നമ്മൾ ഉണങ്ങാനെടുത്തെന്നാലും ഇത് ഉണ്ടാക്കി വരുമ്പം നമുക്ക് 1 മാസം വരെ ഉപയോഗിക്കാവുന്ന പൊടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് അളവ് കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു തവണ മാത്രം ഒന്ന് കഷ്ടപ്പെട്ടാൽ മതി കേട്ടോ നമ്മുടെ വാവകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ അങ്ങ് ഇളക്കി തന്നെ നിൽക്കണം. കാരണം ഇത് എല്ലായിടത്തും ഒരുപോലെ വേവണ്ടേ, കാരണം അരിയൊക്കെ അല്ലേ, അപ്പോൾ അരി പരിപ്പൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഇളക്കി നിൽക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റോളം ഞാൻ എടുത്തു. സത്യം പറഞ്ഞെന്നാൽ ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 15 മിനിറ്റോളം ഞാൻ ഇളക്കി തന്നെ നിന്നു. എന്നിട്ടാണ് എനിക്കിത് റോസ്റ്റായി കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇവിടെ 15 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമ്മുടെ അരിയും പരിപ്പൊക്കെ നല്ലതുപോലെ അങ്ങ് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി നല്ലതുപോലെ തണുക്കട്ടെ. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിൽ വേണം അടിച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് തണുക്കാൻ മാറ്റി വയ്ക്കുകയാണേ. അപ്പം നമ്മുടെ മിക്സ്ചർ നല്ലതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മളൊരു മിക്സിക്കകത്ത് അടിച്ചെടുക്കാൻ പോവാണ് പൗഡറായിട്ട്. അപ്പം അതിന് വേണ്ടി മിക്സിയുടെ ചെറിയ ജാർ എടുക്കാൻ നോക്കുക. ഇപ്പം വലിയ ജാറിൽ നമ്മളെല്ലാം കൂടെ അടിച്ചിട്ട് കഴിഞ്ഞാൽ അത് ശരിയായി വരത്തില്ല. അപ്പോൾ ചെറിയ ജാറിൽ നമുക്ക് 2 ബാച്ചായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ ജാർ എടുത്തു. അതിനകത്തോട്ട് ഞാൻ ഒരു പകുതിയോളം ഞാൻ ഇട്ടിട്ടുണ്ട്.
എന്നിട്ട് ഞാനിത് ഇപ്പം ഞാനൊരു സ്പീഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു 1-ലിട്ട് അടിക്കുക, അത് കഴിഞ്ഞിട്ട് 2-ലിട്ട് അടിക്കുക. അപ്പം അതാണ് സ്പീഡ് ഞാൻ പറഞ്ഞത് കേട്ടോ. 1-ലും 2-ലും ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ആദ്യം 1-ലും 2-ലും ഏകദേശം ഒരു 2-3 മിനിറ്റോളം ഞാൻ അടിച്ചു നോക്കി. പക്ഷേ അത് പ്രോപ്പറായിട്ട് അരഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് പിന്നെയും ഒരു 3-4 മിനിറ്റും കൂടി എടുത്തു നല്ലതുപോലെ അരഞ്ഞു വരാനായിട്ട് കേട്ടോ. കാരണം നമ്മുടെ വാവകൾക്ക് കൊടുക്കുമ്പോൾ അത് ഫൈൻ പൗഡർ തന്നെ ആയിരിക്കണം. ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പം അവിടെ ഇവിടെയൊക്കെ കുറച്ച് അരിയുടെ അങ്ങനെ ഇങ്ങനെയൊക്കെ കെടുപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഒന്നും കൂടെ ഞാനത് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇത് നല്ല ഫൈൻ പൗഡറായിട്ട് അടിച്ചെടുക്കുക. ഇത് കഴിയുമ്പം ഞാൻ അടുത്ത ബാച്ചും കൂടി ഇട്ടിട്ട് അതും കൂടെ ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇതാ നോക്കിക്ക്, നല്ല ഫൈൻ പൗഡറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇത് ആദ്യത്തെ ബാച്ചാണ് കേട്ടോ, ആദ്യത്തെ സെറ്റ് ഇട്ടതാണ്. അപ്പം ഞാനിനി ഇതൊരു പാത്രത്തിനകത്തോട്ട് നമുക്കിതൊന്ന് മാറ്റാം. ഇതാ നോക്കിക്ക്, ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ല ഫൈൻ പൗഡറായിട്ട് വന്നിരിക്കുന്നത്. ഇതിൻ്റെ കളറ് കുറച്ച് ഒരു ബ്രൗണിഷ് അല്ലെങ്കിൽ റെഡിഷ് ഷെയ്ഡുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ മട്ടരി എടുത്തതുകൊണ്ടാണ്. അതായത് മട്ടരി എപ്പോഴും ഒരു ഡാർക്കിഷ് ബ്രൗൺ ഒക്കെ ആയില്ലേ, അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്നത് എങ്ങനെ വൈറ്റ് ആയിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് വൈറ്റ് റൈസ് യൂസ് ചെയ്തതുകൊണ്ടാണ്. അതായത് പൊന്നിയരി ആണെങ്കിലും അല്ലെങ്കിൽ സാധാരണ അരി ആണെങ്കിലും ഇപ്പം സോന മസൂരി അരിയൊക്കെ ആണെങ്കിലും അതുകൊണ്ടാണ് അതിങ്ങനെ പ്യുവർ വൈറ്റ് ആയിട്ടിരിക്കുന്നത്. നമ്മുടെ ഇങ്ങനെ കുറച്ച് ഡാർക്ക് ആയിട്ടിരിക്കുന്നത്. നമ്മുടെ ഡാർക്ക് നോക്കണ്ട, ഇതാണ് ഏറ്റവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അരി. ഇതാണ് കേരള മട്ട റൈസ് തന്നെയാണ് കേട്ടോ. വൈറ്റ് റൈസ് ഒഴിവാക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഇതൊക്കെ അടിച്ചിട്ട് ഞാനിതിനി ഒരു ബൗളിനകത്തോട്ട് ഇട്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ പൗഡർ റെഡിയാണ്. ഹോം മെയ്ഡ് സെർലാക്ക് റെഡിയാണ്. ഇനി ഇതെങ്ങനെയാണ് കുഞ്ഞുവാവകൾക്ക് കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. ഞാൻ എന്നാലും ഒന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ സെർലാക്കാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു 2 ടേബിൾ സ്പൂൺ സെർലാക്ക് പൊടി ഇട്ടു. എന്നിട്ട് ഇതിനകത്തോട്ട് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ചേർത്ത് നല്ലതുപോലെ ഞാനിതൊന്ന് മിക്സ് ചെയ്യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് വേറൊരു പാത്രത്തിലാണ് ഇത് കുറുക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം ആ കുറുക്കുന്ന വെള്ളത്തിലോ പാലിലോ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കുഞ്ഞുവാവകൾക്ക് കൊടുക്കാട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, അത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം ബ്രസ്റ്റ് മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ അങ്ങ് കുറുക്കിയെടുക്കാം. ഇല്ല ഇനി ഇപ്പോൾ ഫോർമുല മിൽക്ക് ആണെന്നുണ്ടെങ്കിൽ ഫോർമുല മിൽക്ക് നമുക്ക് എടുക്കാം. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണം, 1 വയസ്സ് വരെ നമ്മൾ കുഞ്ഞുവാവകൾക്ക് പശുമ്പാൽ കൊടുക്കാറില്ല. പശുമ്പാൽ ചേർത്ത് ഒന്നും തന്നെ കൊടുക്കാറില്ല. 1 വയസ്സ് കഴിഞ്ഞ വാവകൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് പശുമ്പാൽ കൊടുക്കാം, അത് കൊടുത്തിരിക്കണം എന്നാണ്. അപ്പം നമുക്കിപ്പം ബ്രസ്റ്റ് മിൽക്കോ അല്ലെങ്കിൽ ഫോർമുല മിൽക്കോ ചേർത്ത് കുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളമാണ് ചേർക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഈ 2 ടേബിൾ സ്പൂൺ പൊടിക്കകത്തോട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അങ്ങ് ഒന്ന് മിക്സ് ചെയ്യാണ്. അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചത് റെഡിയാണ് കേട്ടോ. ഇനി ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്, ഒരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി വെച്ചൊരു പാനാണ്. ഈ പാനിനകത്തോട്ട് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം, ഞാൻ ഈ ഒരു നമ്മളെടുത്ത പൗഡറിൻ്റെ കണക്കിലാണ് ഞാൻ പറയുന്നത്. 1 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂണിൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സെർലാക്കിൻ്റെ മിക്സ്ചർ ഇതിനകത്തോട്ടിട്ട് ഞാൻ നല്ലതുപോലെ അങ്ങ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ കുറുക്കിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആ കുറുക്കാണ് കുഞ്ഞുവാവയ്ക്ക് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ട് വെള്ളമോ പാലോ തിളപ്പിച്ചിട്ട് അതിനകത്തോട്ട് വേണമെങ്കിൽ പൗഡർ ഇട്ട് കൊടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചിലപ്പോൾ അതിങ്ങനെ കട്ട പിടിച്ചോണങ്ങ് എടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, അന്നേരം നമ്മൾ കുറേ ഇളക്കി കഷ്ടപ്പെടേണ്ടത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ തന്നെ കുറച്ച് വെള്ളത്തിൽ അങ്ങ് ചേർത്ത് പിന്നെ ആ വെള്ളം ഈ നമ്മുടെ ചൂടായി വരുന്ന വെള്ളത്തിലോട്ടോ പാലിലോട്ടോ ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക. ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, ഞാൻ ഫോളോ ചെയ്യുന്ന ഫോർമുല ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇനി ഇതൊന്നുമില്ല, ഇതൊന്ന് കുറുക്ക് പരുവത്തിലാക്കി നമുക്കൊന്ന് എടുക്കാം. അതിപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, അത് ഓരോ അമ്മമാർക്കേ അറിയുള്ളൂ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടം, ഒത്തിരി ലൂസായിട്ടാണോ അല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ടാണോ. അതൊക്കെ നമ്മൾ പറയില്ല, അമ്മമാരാണ് ദ ബെസ്റ്റ് ആൾക്കാർ. അപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടം ആ പരുവത്തിന് അതങ്ങ് വാങ്ങിയെടുക്കുക. അപ്പം ഞാനിവിടെ കുറച്ചൊന്ന് തിക്കാവാൻ ഒന്ന് കുറുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഞാനത് വാങ്ങിയെടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കുന്നത്. ഇതാ ഇപ്പോൾ ഇവിടെ നല്ല കുറുക്ക് പരുവത്തിൽ വന്നിട്ടുണ്ട്. ഞാനിനി ഇതിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഞാനിതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഒഴിക്കാൻ പോവാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ സെർലാക്ക് ഹോം മെയ്ഡ് സെർലാക്ക് റെഡിയാണ്.
ഇത് എന്നാ പറയുക, ഒരു വെയിറ്റ് ഗെയിനിങ്ങിൻ്റെ ഒരു ബേബി ഫുഡും കൂടിയാണ് കേട്ടോ. അത് ഞാൻ എടുത്തു പറയാണ്. പ്രത്യേകിച്ച് അരി, പരിപ്പ് ഇതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വണ്ണം കൂട്ടാനുള്ളതാണ്. വണ്ണം അവർ കൂടും. പിന്നെ കുഞ്ഞുങ്ങൾ എത്ര കഴിക്കും എന്നുള്ളതൊക്കെ അമ്മമാർക്കേ അറിയുള്ളൂ. എന്തുമാത്രം കൊടുക്കണം എന്നുള്ളതൊക്കെ അമ്മമാരുടെ ഡിസിഷനാണ്. അപ്പം ഈ ഒരു ഹോം മെയ്ഡ് സെറിലാക്ക് ഇനി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങളുടെ വെയിറ്റ്, ഇതിനകത്ത് നമ്മൾ ചേർത്തിരിക്കുന്നതൊക്കെ കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുകൊണ്ട് ഇനി പുറത്തുനിന്നൊന്നും മേടിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയറൊന്നും ചീത്തയാക്കണ്ട. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാൽ ഹെൽത്തി ആയിട്ടുള്ളൊരു ബേബി ഫുഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി വേറൊരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പി ആയിട്ട് ഞാൻ ഉടനെ വരാം. സോ അൻറ്റിൽ ദെൻ ബൈ.